ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറികൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ട കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എല്ലാവർക്കും അറിയാം, പക്ഷെ നമുക്ക് സിമ്പിൾ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതാണ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലേക്ക് പോകുമ്പോൾ അമ്മ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. ഒരു ബോളിലെടുക്കുക. അതിലേക്ക് 250 ഗ്രാമിൻ്റെ കപ്പ് ഉണ്ടാവില്ലേ, 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. ഇതിലേക്ക് ഉപ്പും പിന്നെ നെയ്യില്ലേ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണോ ടേബിൾ സ്പൂണോ നെയ്യ് കൂടുതൽ കുഴപ്പമൊന്നുമില്ല, ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതേപോലത്തെ 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. പത്തിരി പൊടിയില്ലേ, അത് നമുക്ക് എടുക്കാം കേട്ടോ. മൊത്തത്തിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഒഴിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഒഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നെയ്യ് ഒഴിച്ച് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണേ. ചൂടായ പുഴ നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അതിനുശേഷം മാത്രം നമുക്ക് പൊടിയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുമേ. കണ്ട, ഇങ്ങനെ തിളച്ചിട്ട് വരണം കേട്ടോ നമ്മൾ വെള്ളം. ഈ വെള്ളം ഒന്ന് സൈഡിലേക്ക് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മെൽറ്റായിട്ട് വരില്ലേ, ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ മാവില്ലേ അത് നമുക്ക് കുഴച്ച് വയ്ക്കാം കേട്ടോ. മാവില്ല, സോറി, പത്തിരി പൊടിയില്ലേ അത് നമുക്കൊന്ന് കുറച്ച് കുഴച്ചിട്ട് വയ്ക്കാം കേട്ടോ. ചൂട് വെള്ളമാണ്, നല്ല തിളച്ച വെള്ളം കേട്ടോ. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ മതി. സ്പെഷ്യലല്ലേ, അതെടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അതിനുശേഷം ആ പൊടിയിലേക്ക് എല്ലാ ഭാഗത്ത് വെള്ളം എത്താൻ രീതിയിൽ മിക്സ് ചെയ്തിട്ട് വെക്കണേ. അതിനുശേഷം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ശേഷം മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതിയേ. നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കില്ലേ, ആ ടൈപ്പിൽ വേണം കേട്ടോ. കണ്ട, കൈ വയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ശേഷം കൈ കൊണ്ട് കുഴച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. കണ്ട, നമ്മൾ ശർക്കരയൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ. നാളികേരം കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഈ സമയത്ത് കുറച്ച് പഞ്ചസാരയും പിന്നെ 2 ഏലക്കായും നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ വീഡിയോ ഒന്ന് മിസ്സായിട്ടുണ്ടേ, പക്ഷേ എൻ്റെ മക്കൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാവില്ല കേട്ടോ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ, എന്നാൽ മാത്രം ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇനി ഇതൊന്ന് കുറുകി വരട്ടെ കേട്ടോ. കണ്ട, ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം കേട്ടോ. ഒരുപോലെ സാധാരണ വെള്ളം സൈഡിൽ വെക്കാം കേട്ടോ. നമുക്കിത് കുഴച്ചെടുക്കുമ്പോൾ നല്ല ചൂടുണ്ട്. ഒന്ന് കൈയൊന്നും വെള്ളത്തിലിട്ടിട്ട് മുക്കിയിട്ട് ഒന്ന് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ. കണ്ട, ഇങ്ങനെ ആക്കിയിട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണോ ടീസ്പൂണോ എടുക്കുക. അതിലാണ്ട് കുറച്ച് ഇതിലേക്ക് ആ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ട, ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇത്രയല്ലോ, സിമ്പിളാണ്. ഇല്ല, നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം കേട്ടോ.
എൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട മൊത്തത്തിൽ ഒരു 10-15 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ. ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ വെച്ചിട്ട് സ്റ്റീം ചെയ്തിട്ടെടുത്താൽ മതി. ഫ്ലെയിം ഓൺ ആക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്കിതൊന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. 5 മിനിറ്റ് കുക്ക് ചെയ്യാനും 5 മിനിറ്റ് ചൂടാറില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. സിമ്പിളാണ്, എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ കൂടെ നമുക്ക് കണ്ട സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ. കണ്ട ഇത്രയല്ലോ. ഇനി മൂടി വെച്ച ശേഷം ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. നമ്മൾ സിമ്പിളുള്ള കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയല്ല കേട്ടോ നമ്മൾ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, മക്കൾക്ക് ഇഷ്ടമാവേ. കണ്ട നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു പീസ് കഴിച്ച് നോക്കാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.